കറക്കും തളിക എന്ന ടിക്കറ്റ് ടു ഫിനാലയുടെ സെക്കൻഡ് ടാസ്കിൽ ആദ്യത്തെ റൗണ്ടിൽ പോയിരുന്നത് അനിമോളും അനീഷും സാബുമാനുമായിരുന്നു. എന്നാൽ അനിമോൾ കറക്റ്റായിട്ട് കറക്കുന്ന ആ ഒരു റിങ് കറക്റ്റായിട്ട് ഇളക്കിയെടുത്തിട്ട് അനിമോൾ പസിൽസ് വെച്ച് കറക്റ്റായിട്ട് ആ ടാസ്ക് ഫിനിഷ് ചെയ്തിരുന്നു. രണ്ടുപേരും കറക്കിയപ്പോഴത്തേനും ആ ഒരു റിങ്ങിൻ്റെ മൊത്തത്തിൽ ഇളകിഞ്ഞ് പോരുന്നു. അനീഷും നമ്മുടെ സാബുമാനും ടാസ്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, ഇത് നടക്കുന്നില്ല, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇത് ഇളകി വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സാബുമാനും അനീഷും ബിഗ് ബോസിനോട് പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ലിവിങ് റൂമിൽ പോയിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടു പേർക്കും ഒരു ചാൻസും കൂടി കൊടുക്കാൻ വേണ്ടി രണ്ടുപേരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഒറ്റ റിങ്ങാണ്, മുകളിലിരിക്കുന്ന റിങ് മാത്രമാണ് ഇളക്കിയെടുക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ആരോഗ്യം പരീക്ഷിക്കുന്ന ഒരു ടാസ്കൊന്നുമല്ല എന്ന് കളിയാക്കി പറയുന്നുണ്ട് ബിഗ് ബോസ്. അങ്ങനെ അനീഷും നമ്മുടെ സാബുമാനും കൂടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ ഇവർ രണ്ടുപേരോട് ഇങ്ങനെ കറക്കി തല കറങ്ങുന്നതെന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധേന രണ്ടുപേരും ആദ്യം മുകളിലുള്ള ആ റിങ് ഇളക്കിയെടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ആ സ്ക്രൂ ചെയ്ത് വെച്ചതിന് ശേഷം പസിൽസ് റെഡിയായിട്ട് വെക്കുന്ന ഒരു വെപ്രാളത്തിനകത്താണ് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആവുന്നില്ല. സാബുമാനും പേടിയുണ്ട്, കാരണം ആദ്യമേ ഒരു വട്ടം ഇവർക്ക് ചാൻസ് നഷ്ടപ്പെട്ടവരാണ്. കുറേ ട്രൈ ചെയ്തതിന് ശേഷം സാബുമാൻ ഒരു വിധത്തിൽ പസിൽസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞാൻ പസിൽസ് കറക്റ്റ് ചെയ്തു, അപ്പോൾ കൈകൾ ഉയർത്തിയിട്ട് ടാസ്ക് ഫിനിഷ് ചെയ്തത് പറയണമെന്നാണ് ടാസ്ക് ലെറ്ററിൽ എഴുതിയിരുന്നത്. അങ്ങനെ സാബുമാൻ ടാസ്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പം ബസർ അടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് സാബുമാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു, സാബുമാൻ ടാസ്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ലിവിങ് റൂമിലേക്ക് പോവാം, പക്ഷേ ഇവിടെ നടന്ന എന്താണെന്നോ ഇവിടുത്തെ ടാസ്ക് എന്താണെന്നോ അവിടെ ഇരിക്കുന്നവരോട് ആരോടും ഒരു വിവരവും കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അനീഷ് അവിടെ നിന്ന് പസിൽസ് കറക്റ്റായിട്ട് വെക്കുന്ന തിരക്കിലാണ്. അനീഷ് കറക്റ്റായിട്ട് വെക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നെങ്കിലും അങ്ങോട്ട് നടക്കുന്നില്ല. അന്നേരം നമ്മുടെ സാബുമാൻ്റെ പസിൽ വെച്ചിരിക്കുന്നിടത്തതിനകത്തോട്ട് എത്തി നോക്കുന്നുണ്ടായിരുന്നു അനീഷ്. അത് ബിഗ് ബോസ് കണ്ടിട്ട് വിളിച്ച് പറയുന്നുണ്ട്, അനീഷ് കോപ്പി അടിക്കാൻ പാടില്ല എന്ന്. അപ്പോഴേക്കും അനീഷ് ഒരു കൈകൊണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ മറച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇനി നോക്കത്തില്ല ബിഗ് ബോസ്. കുറച്ചധികം സമയം എടുത്തിട്ടാണെങ്കിലും അനീഷ് ഇപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ബസർ അടിച്ചു. അനീഷ് പറയുന്നുണ്ട്, താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ലിവിങ് റൂമിലേക്ക് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.